ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു Kettle&Krafts. ഇന്നത്തെ വീഡിയോ ഒരു സ്പെഷ്യൽ വീഡിയോ ആണ്. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൊച്ചു കുട്ടികൾ തൊട്ട് വലിയവർക്ക് വരെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഓയിൽ മസാജിൻ്റെ ഓയിൽ എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളതാണ്. എൻ്റെ ചെറുപ്പത്തിൽ എൻ്റെ മമ്മിയും വല്യമ്മയൊക്കെ ഞങ്ങളെ തേപ്പിക്കുന്നൊരു എണ്ണയുണ്ടായിരുന്നു. അത് ഞാൻ പഠിക്കാൻ ഹോസ്റ്റലിൽ പോകുന്ന സമയത്തും ഒക്കെ മമ്മി ഒരു കുപ്പിയിലാക്കി തന്നു വിടുമായിരുന്നേ. അത് ഞാൻ എൻ്റെ കുട്ടികൾക്കും കൊടുക്കാറുണ്ട്. നമുക്ക് വെളുക്കുന്നതിനേക്കാൾ ഉപരി നമ്മുടെ സ്കിൻ നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കാനും അതുപോലെ സ്കിന്ന് ഡ്രൈ ആയിട്ടൊരു ഇങ്ങനെ പാമ്പിൻ്റെ പാട പോലെ വരുമല്ലോ, അതൊന്നും വരാതിരിക്കാനും വേണ്ടി എല്ലാ ആഴ്ചയിലും എത്ര ടൈം ഇല്ലെന്ന് പറഞ്ഞാൽ നമ്മൾ എല്ലാ ആഴ്ചയിലും ഒരു ദിവസമെങ്കിലും നമ്മൾ ഈ എണ്ണ യൂസ് ചെയ്ത് ദേഹം ഫുള്ള് തേച്ച് ഒരു മണിക്കൂർ നിന്നതിന് ശേഷം ചെറിയ ചൂടുവെള്ളത്തിൽ കുളിക്കുകയാണെങ്കിൽ നമ്മളൊന്ന് ഫ്രഷ് ആവുകയും ചെയ്യും, നല്ല ഉറക്കം കിട്ടും, എല്ലാം കിട്ടും. അപ്പം നമുക്കതിന് വേണ്ട എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ആദ്യം തന്നെ ഞാൻ എടുക്കുന്നത് ഇതേം നല്ലെണ്ണയാണ്. നല്ലെണ്ണ അപ്പോൾ നല്ലെണ്ണ ശരീരത്തിന് ആരോഗ്യത്തിന് ഏറ്റവും നല്ലൊരു എണ്ണയാണ് ഇതേം നല്ലെണ്ണ. അപ്പോൾ ഞാൻ ഇതേം നല്ലെണ്ണ എടുക്കുന്നതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ നല്ലൊരു ഓയിലുമാണ്. പിന്നെ നല്ലെണ്ണ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ലെണ്ണ ശരീരത്തിന് ഹെൽത്തിക്ക് വേണ്ടി ഞങ്ങൾ എപ്പോഴും യൂസ് ചെയ്യുന്നത് നല്ലെണ്ണയാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ നമ്മൾ പച്ചമഞ്ഞൾ ഇതുപോലെ ഞാൻ അര പാക്കറ്റിൻ്റെയാണ് എടുത്തേക്കുന്നത്. അപ്പോൾ ഇതുപോലെ ഒരു പച്ചമഞ്ഞൾ വേണം. അത് തൊലി നമ്മളിപ്പോൾ കാണിക്കാൻ വേണ്ടിയാണ്. അത് നമുക്ക് തൊലി കളഞ്ഞിട്ട് ചതച്ചെടുക്കണം. ഇത് പച്ചമഞ്ഞൾ. അപ്പോൾ നമ്മുടെ പച്ചമഞ്ഞൾ യൂസ് ചെയ്താൽ സ്കിന്നിനുള്ള അലർജികളും കാര്യങ്ങളും എല്ലാം മാറിക്കിട്ടും. പിന്നെ നമുക്ക് വേണ്ടത് തുളസി ഇല. കണ്ടല്ലോ, തുളസിയില ഒരു പിടി. എനിക്ക് കുറച്ചുകൂടെ ഉണ്ടെങ്കിൽ നല്ലതാണ്, പക്ഷേ ഇവിടെ ജസ്റ്റ് കിളിച്ച് വരുന്നതേ ഉള്ളൂ. അപ്പോൾ ഒരു പിടി തുളസിയിലയും ഇടണം. തുളസിയില നമുക്ക് സ്കിന്നിലുള്ള എല്ലാ അലർജികൾ മാറാനും പിന്നെ സ്കിൻ സോഫ്റ്റ് ആവാനും ഒക്കെ നല്ലതാണ്. രണ്ടാമത് നമ്മുടെ സ്പെഷ്യൽ സാധനം ബദാം. കണ്ടല്ലോ, ഒരു പിടി. അതും ഇതുപോലെ ഒരു പിടി ബദാം വേണം. നമ്മൾ അര പാക്കറ്റിനായതുകൊണ്ടാണ്. ഇത് നമുക്ക് മിക്സിയിലൊന്ന് ഗ്രൈൻഡ് ചെയ്തിട്ടെടുക്കണം. പിന്നെ നമ്മുടെ വേപ്പല അറിയാമല്ലോ, സ്കിന്നിന് ഏറ്റവും നല്ലതാണ്. കളർ വയ്ക്കാനും പിമ്പിൾസൊക്കെ ഉണ്ടെങ്കിൽ പോകാനും പാടുകൾ മാറാനും ഏറ്റവും നല്ലതാണ്. ഇനി വേപ്പലയോട് വെച്ചിട്ട് ഞാൻ ചെയ്യാറുള്ള ഒരു മുഖത്തിൻ്റെ പിമ്പിൾ മാറാൻ വേണ്ടി ചെയ്യുന്ന ഒരു ഇതുണ്ട്. അത് ഞാൻ വേറൊരു വീഡിയോ കാണിച്ചു തരാമേ. ഇത് ഇത്രയും വേണം നമുക്ക് എല്ലാം. ഇതെങ്ങനെ ഇനി ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. എളുപ്പമാണ് നമുക്ക്. എന്നിട്ട് ഒരു കുപ്പിയിലാക്കി വെച്ചാൽ മതി. നമുക്ക് ആഴ്ചയിൽ ഒരു ദിവസം എല്ലാവരും ഇത് ചെയ്യണം കേട്ടോ. മടി പിടിച്ചിരിക്കരുത്. ഞാൻ എൻ്റെ ഇവിടെ ചേട്ടനാണേലും കുട്ടികൾക്കാണേലും എല്ലാവർക്കും തേച്ച് കൊടുക്കുകയും ചെയ്യും. എന്നിട്ട് എല്ലാവരും കുളിക്കുമ്പോൾ വേറെ കളർ മാത്രം നോക്കുക. നമ്മൾ സ്കിൻ നല്ലതായിട്ട് പ്രൊട്ടക്റ്റ് ചെയ്യാനൂടാണ്. ഇപ്പം വേനൽക്കാലമായില്ലേ, അതുകൊണ്ട് നമുക്ക് ഇതെല്ലാവരും ഉപയോഗിക്കണം കേട്ടല്ലോ. നമുക്കത് ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. മഞ്ഞളും ബദാമും കൂടി ഇതുപോലെ അരച്ചെടുത്തു. ഇങ്ങനെ തന്നെ അരച്ചെടുക്കണേ. അരച്ചെടുത്തതിന് ശേഷം വേണം നമുക്ക് യൂസ് ചെയ്യാൻ. അപ്പോൾ നമ്മുടെ കടായി ചൂടായതിന് ശേഷം നമുക്ക് എണ്ണ ഒഴിക്കാം. കറക്റ്റ് ഒരു പാക്കറ്റ്. ഞാൻ അര പാക്കറ്റ് ഉണ്ടാക്കി വെച്ചാൽ മതി. നമുക്ക് എല്ലാ ആഴ്ചയിലും ഒരു മാസത്തിൽ കൂടുതൽ ഇരിക്കും. എണ്ണ ഒഴിച്ചതിന് ശേഷം നമുക്ക് ഈ പൊടികൾ ഇടുക. എല്ലാം ഇതുപോലെ ഇട്ടേക്കണം. നല്ല കളറുമായിരിക്കും. അത് ഇട്ട് തുളസി ഇല ഇട്ട് എന്നിട്ട് ആര്യവേപ്പില. ഇപ്പോഴേ ഇളക്കരുത്, നല്ലൊരു തിളക്കണം. ആയതിനു ശേഷം നമ്മൾ ഈ കുപ്പി, ഇത് നല്ല കുപ്പി തന്നെയുണ്ട്. ആ കുപ്പിക്കകത്തോട്ട് തന്നെ നമുക്ക് ഒഴിച്ച് തണുത്തതിന് ശേഷം വെക്കുക. ഇപ്പം നോക്കി നമ്മുടെ ഇപ്പം നല്ലതായിട്ട് തന്നെ നമുക്ക് ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട്. എപ്പോഴും ഇളക്കേണ്ട ആവശ്യമില്ല. എന്നിട്ട് വലിയ ചീനിച്ചട്ടി വേണം എടുക്കാൻ. ഞാൻ ചെറിയ ചീനിച്ചട്ടി എടുത്തുകൊണ്ട് തീ കുറച്ച് വേണം ചെയ്യാൻ. അതിനുശേഷം നമുക്ക് ഒരു കടുക് ഇട്ട് പൊട്ടുമ്പം കടുക് ഒന്ന് ഇട്ടാൽ മതി, അപ്പം പൊട്ടിത്തെറിക്കും. അപ്പോൾ ഞാൻ അത് ഇട്ടിട്ടുണ്ട്. ഇട്ടതിന് ശേഷം വേണ്ട ഈ അളവാണ് നമ്മുടെ എല്ലാം ഒരു ഫ്രൈ ചെയ്ത പോലെ ആയിട്ടുണ്ട്. ആ സമയത്ത് നമുക്ക് ചീനിച്ചട്ടി ഓഫ് ചെയ്യാം. ഓഫ് ചെയ്തതിന് ശേഷം തണുത്തതിന് ശേഷം നമുക്കൊരു കുപ്പിയിൽ ഒഴിച്ചു വയ്ക്കാം. ഒഴിച്ചു വയ്ക്കുക. തണുത്തതിന് ശേഷം വേണം ഇതുപോലെ ഒഴിക്കാൻ.
നല്ലൊരു മണവും കേട്ടോ ഈ എണ്ണയ്ക്ക്. ഈ മട്ടൊന്നും കളയേണ്ട. മട്ടെടുത്തിട്ട് ഇങ്ങനെ പിന്നെ നമുക്ക് കുളിക്കാൻ നേരത്ത് ബാത്റൂമിൽ വെച്ചിട്ട് ഇതുപോലെ തേച്ച് കൊടുത്താൽ മതി. ഇതെല്ലാവർക്കും ചെയ്യണം. കൊച്ചു കുഞ്ഞുങ്ങളാണ് തൊട്ട് വലിയവർക്ക് വരെ, എത്ര വയസ്സുള്ളവർക്ക് വരെ വേണമെങ്കിലും ഇത് യൂസ് ചെയ്യാനാണ്. ഇതുപോലെ തന്നെ തണുപ്പ് കാലത്ത് ഞാനൊരു എണ്ണ ഉണ്ടാക്കാറുണ്ട്. ഇതുപോലെ കുപ്പിയിലോട്ടങ്ങ് ഒഴിച്ച് വയ്ക്കുക. കണ്ടല്ലോ, കുപ്പിയിൽ എണ്ണ ഒഴിച്ചു. ഇങ്ങനെ എണ്ണ കയ്യിലും ദേഹത്തും പിന്നെ നമ്മുടെ ചെവിയുടെ ബാക്ക് തൊട്ട് ഫുള്ള് തേച്ച് കുളിക്കുക. തേക്കണം. തേച്ചതിന് ശേഷം എന്ത് ചെയ്യണം, 1 hour നിൽക്കാൻ പറ്റുമെങ്കിൽ നിൽക്കുക. അന്നേരം ആ സമയത്ത് നമുക്ക് അതിനായിട്ടൊരു പ്രത്യേക ഒരു ഡ്രസ്സ് എടുത്ത്, ഞാനൊക്കെ അങ്ങനെയാണ് ചെയ്യുന്നത്, അതിന് വേണ്ടി ഒരു ഡ്രസ്സ് എടുത്ത് വെച്ചിട്ടുണ്ട്. തേച്ചതിന് ശേഷം ഡ്രസ്സ് ഇട്ടിട്ട് കുറച്ച് എന്തെങ്കിലും പണി ചെയ്യുകയോ എടുക്കുകയൊക്കെ ചെയ്യുക. അതിന് ശേഷം ചെറിയ ഇളം ചൂടുവെള്ളത്തിൽ കുളിക്കുകയാണെങ്കിൽ നമുക്ക് നല്ല ഒരു സുഖം തന്നെയാണ് കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ സ്കിന്നിൻ്റെ ഈ പാടുകളും കറുത്ത പാടുകളും എല്ലാം മാറിക്കിട്ടും. ചെറിയ ചെറിയ ചുളിവുകൾ, അതുപോലെ തന്നെ ഈ സ്കിന്നിലുണ്ടാകുന്ന ചെറിയ ചെറിയ കുരുക്കളൊക്കെ ഉണ്ടല്ലോ വേനൽക്കാലത്തുണ്ട്, എല്ലാം മാറിക്കിട്ടും. അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ എന്നിട്ട് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ഇനി നല്ലൊരു വീഡിയോയുമായിട്ട് അടുത്ത വീക്കിൽ കാണാം. ഓക്കെ, ബൈ.